റെസ്പിറേറ്ററി ഇംപ്ലാന്റ്സ് പ്ലസ് വണ്ണിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 6 മാർക്കിന് വരെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇംപ്ലാന്റ്സ്. അതിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് പ്ലസ് ഡൈജഷനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ് പ്ലസ് ഡൈജഷൻ. ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് ഗ്ലൂക്കോസ് ലഭിച്ചു. അത് കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടിയത്. മറ്റേ ഫോട്ടോസിന്തസിന്റെ ഭാഗത്ത് നമുക്ക് ഗ്ലൂക്കോസ് നമുക്ക് അതിൽ കിട്ടിയത്. ഇനി ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ATP ഉണ്ടാക്കൽ എങ്ങനെയാണെന്നാണ് ഇവിടെ പഠിക്കുന്നത് റെസ്പിറേഷൻ ഇംപ്ലാന്റ്സിൽ. ഈ ഗ്ലൂക്കോസ് കിട്ടി. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ സെല്ലാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ ചെയ്തു എന്ന് പറയുന്നത് C6H12O6, അതായത് ഗ്ലൂക്കോസിനെ 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ 3 കാർബണുള്ള 2 പൈറുവിക് ആസിഡുകളായിട്ട് മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എംഡൺ, മേയർ, ഹോൾസ് ആൻഡ് പാർനാസ്. സോ ഇറ്റ് ഈസ് കാൾഡ് EMP പാത്വേ. ഇതിൽ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതിന് EMP പാത്വേ എന്ന് പറയാൻ കാരണം ഇത് 2 തരത്തിലാണ് നമ്മുടെ റെസ്പിറേഷൻ ഉള്ളത്. അയറോബിക് റെസ്പിറേഷനും അനയറോബിക് റെസ്പിറേഷനും ആണുള്ളത്. അയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സഹായത്തോടെ അല്ലെങ്കിൽ എയറിന്റെ സഹായത്തോടെയുള്ള റെസ്പിറേഷനെയാണ് അയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എയറിന്റെ സഹായം ഇല്ലാതെയുള്ള റെസ്പിറേഷനെയാണ് അനയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഈ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന സംഭവം സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. അയറോബിക് റെസ്പിറേഷനിലും അനയറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ടുള്ള പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. Glycolysis, the common process of both aerobic respiration and anaerobic respiration, and it is take place in cytoplasm. Then first step on the first one, glucose 6-phosphate ആയിട്ട് മാറും. ഈ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറുമ്പോൾ ഹെക്സോകൈനേസിന്റെ സഹായം വേണം. അതേപോലെ ഒരു ATP ഉപയോഗിച്ച് ഒരു ADP ആക്കി മാറ്റുകയും വേണം. ഒരു ADP ആയിട്ട് മാറുമ്പോൾ ലഭിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്ലൂക്കോസ് ഹെക്സോകൈനേസിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറുന്നത്. ഈ ഗ്ലൂക്കോസ് 6-phosphate 6 കാർബൺ ഉള്ളതാണ്. ഇങ്ങനെ 6 കാർബണുള്ള ഗ്ലൂക്കോസ് 6-phosphate ഫ്രക്ടോസ് 6-phosphate ആയിട്ട് മാറും. ഈ 6 കാർബണുള്ള ഫ്രക്ടോസ് 6-phosphate ഒരു ATPയെ ADP ആക്കിയിട്ടുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ട് മാറും. അതും 6 കാർബണുള്ളതാണ്. ഈ ഫ്രക്ടോസ് 1,6-bisphosphate ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ട്രയോസ് ആയിട്ടുള്ള 3 കാർബൺ ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3-phosphateഉം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അതായത് DHAP രണ്ടും ട്രയോസ് ആണ്. ഇങ്ങനെ ട്രയോസ് ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3-phosphateഉം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് മാറും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭാഗം മാറി കളിക്കുന്ന കാര്യങ്ങളാണ്. റിവേഴ്സിബിൾ പ്രോസസ് ആണ്. റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചുകൊണ്ട് നിൽക്കും. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് DHAP ഇതും ട്രയോസ് ആണ്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate NAD+നെ NADH ആക്കി മാറ്റി. അതായത് NADH പുറത്തേക്ക് ഇട്ട് NADH എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ATPക്ക് തുല്യമാണ്. ഈ NADH പുറത്തേക്ക് ഇട്ടിട്ട് 1,3-bisphosphoglyceric acid ആയിട്ട് മാറും. 1,3-bisphosphoglyceric acid ആയിട്ട് മാറും. അത് 3 കാർബൺ ഉള്ളത് തന്നെയാണ് 1,3-bisphosphoglyceric acid. ഈ 1,3-bisphosphoglyceric acid ഒരു ADPയെ ATP ആക്കി മാറ്റി. അതായത് ADPയെ എനർജി കൊടുത്തിട്ട് ATP ആക്കി മാറ്റി പുറത്തേക്കിടും. ഒരു ATPയും പുറത്തേക്കിടും. ഈ 1,3-bisphosphoglyceric acid ATPയെ പുറത്തേക്ക് വിട്ടിട്ട് 3-phosphoglyceric acid ആയിട്ട് മാറും. 3 കാർബണുള്ള 2-phosphoglyceric acid ആയിട്ട് മാറും. ഈ 2-phosphoglyceric acid ഒരു ADPയെ ATP ആക്കി മാറ്റി എനർജി പുറത്തേക്ക് വിട്ടിട്ട് 2-pyruvic acid ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഗ്ലൈക്കോലിസിസിലെ പ്രവർത്തനങ്ങൾ. ഈ ഗ്ലൈക്കോലിസിസ് പ്രവർത്തനങ്ങളിൽ കുറെ സ്ഥലത്ത് ATP ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു, കുറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പ്രവർത്തന പോയിന്റുകളാണ് നമ്മൾ എക്സാമിനേഷൻ പോയിന്റിൽ പ്രധാനം. ഫസ്റ്റ് പ്രോസസ്സിൽ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറുമ്പോൾ ഒരു ATP കൺസ്യൂം ചെയ്തു. ATP ആയിട്ട് കൺസ്യൂം ചെയ്തു. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ട് മാറുമ്പോഴും ഒരു ATP ഉപയോഗിച്ചു. അങ്ങനെ ടോട്ടൽ 2 ATP ആണ് ഈ ഗ്ലൈക്കോകാലിസിസിൽ യൂസ് ചെയ്തതായിട്ട് വരുന്നത്. നമുക്ക് സിന്തസിസ് ആയിട്ട് കിട്ടിയതാണെങ്കിലോ 6ാമത്തെ സ്റ്റെപ്പ് നടക്കുമ്പോൾ ഒരു NADH ആണ് നമുക്ക് കിട്ടിയത്. അതായത് 3 ATP ഉള്ള NADH കിട്ടി. പിന്നെ 7ാമത്തെ സ്റ്റെപ്പിൽ 1,3-bisphosphoglyceric acid 3-phosphoglyceric acid ആയിട്ട് മാറുമ്പോഴും
ടു ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ടു പൈറുവിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും നമുക്ക് ATP ലഭിച്ചു. അങ്ങനെ 2 ATP ഉണ്ട്. ഇതൊക്കെ 3 കാർബണുള്ള സാധനമാണ്. ഇതൊക്കെ ഒന്നുകൂടിയും വരും. കാരണം ടോട്ടൽ നമ്മൾ 6 കാർബൺ 2 രണ്ടാക്കിയിട്ടാണ് 3 കാർബണായിട്ട് മാറി. ഇത് 3 കാർബണുള്ളതാണ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡും 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡും ഒക്കെ. അപ്പൊ ഇത് 2 ATP ഇവിടെ 1,3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ 1 ATPയും ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡിൽ 1 ATPയും കിട്ടിയെന്ന് പറഞ്ഞാല് അത് ആ 3 കാർബണുള്ള സാധനം വന്നപ്പോഴാണ്. ഇനി ഒരു 3 കാർബണുള്ള സാധനം കൂടി അതിൻ്റെ അടുത്തു അതേപോലെ വരാണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ അവിടെ നമുക്ക് ആ 4 ATP ഈ 2 ഭാഗത്ത് ATP ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ മുമ്പ് നമുക്ക് കിട്ടിയ NADH 3 കാർബണുള്ളത്. ഈ NADH ഉണ്ടായത് 1,3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുന്നതാണ്. അതും 3 കാർബണാണ്. അപ്പൊ അതും ഒന്നുകൂടി വരാണ്ട്. അങ്ങനെ 6 ATP NADHന്റെ ഭാഗത്തുനിന്നും മറ്റ് ATPന്റെ ഭാഗത്തുനിന്നായിട്ട് 4 ATP കിട്ടി. ടോട്ടൽ 10 ATP കിട്ടി. 2 തുടക്കത്തിൽ ഉപയോഗിച്ച് അങ്ങനെ ടോട്ടൽ 8 ATP ആണ് ഗ്ലൈക്കോലിസിസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. 8 ATP ആണ്. 8 ATP ആണ്. പക്ഷെ നമ്മളെ റെസ്പിറേഷനിൽ മൊത്തം അങ്ങനെയല്ല. അത് നമ്മളിനി മറ്റേ ഇത് പറയുമ്പോൾ പറയും. ഫെർമെന്റേഷനിൽ മാറുണ്ട്, എയറോബിക്സിൽ മൊത്തം വേറെ അനഎറോബിക്സിൽ മൊത്തം വേറെ എന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അങ്ങനെ പറയണത് വരും മുഴുവായിട്ട് കേട്ടാൽ മുഴുവൻ കിട്ടും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഫെർമെന്റേഷൻ ആണ്. ഇൻ അനൈറോബിക് റെസ്പിറേഷൻ ഓൺലി. ഈ അനൈറോബിക് റെസ്പിറേഷൻ മാത്രമാണ് ഫെർമെന്റേഷൻ നടക്കുക. ഫെർമെന്റേഷൻ 2 വിധമുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോൾ ഫെർമെന്റേഷനും. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ ഗ്ലൈക്കോലിസിസിൽ നിന്നുണ്ടായ പൈറുവിക് ആസിഡ് ഈ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രവർത്തനത്തിനെയാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയാം. അതിന് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസിന്റെ സഹായത്തോടെ പൈറുവിക് ആസിഡ് ഒരു NADHനെ NAD+ ആക്കി മാറ്റി. അതായത് 3 ATPയോളം എനർജി ഉപയോഗിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയാം. ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് എഥനോൾ ആയിട്ട് മാറുന്ന പ്രവർത്തനത്തിനെയാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറയാം. പൈറുവിക് ആസിഡ് എഥനോൾ ആയിട്ട് മാറും. ഇതിന് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ് ഉപയോഗിക്കുക. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനാണ് പൈറുവിക് ആസിഡ് എഥനോൾ ആയിട്ട് മാറാൻ ഉപയോഗിക്കുക. ഇവിടെയും ഒരു NADH ഒരു NAD+ ആയിട്ട് മാറും. അതായത് 3 ATPയോളം ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 6 ATP ആണ് ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും നടക്കുമ്പോൾ സിന്തസിസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ടോട്ടൽ കിട്ടിയ 8 ATP 6 ATP കുറച്ച് 2 ATP മാത്രമേ അനൈറോബിക് റെസ്പിറേഷനിൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 2 ATP ചാർജ് മാത്രമേ നമ്മുടെ ഉണ്ടാവുള്ളൂ. അനൈറോബിക് റെസ്പിറേഷൻ നെക്സ്റ്റ് അനൈറോബിക് റെസ്പിറേഷൻ ആണ്. നെക്സ്റ്റ് എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോലിസിസ് കഴിഞ്ഞ് ഈ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഗ്ലൈക്കോലിസിസ് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്ന പ്രവർത്തനത്തിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയാം. ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാറുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് എന്ന് പറയാൻ കാരണം ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അതേപോലെ ഒരു NADHലേക്ക് ഒരു D+ലേക്ക് ഒരു H+ ചേർത്തിട്ട് NADH ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു ഫോസ്ഫേറ്റ് ചേർത്തിട്ട് ഒരു NADH ആയിട്ട് മാറുന്ന പ്രവർത്തനമായിട്ട് ഫോസ്ഫോറിലേഷനും കൂടി ഇതിലുള്ളതുകൊണ്ടാണ് ഇനി ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ടേക്സ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് നടക്കുക. ഇത് പൈറുവിക് ആസിഡ് കോഎൻസൈം എയുമായി ചേർന്ന് പൈറുവിക് ആസിഡ് ഡീകാർബണൈസിന്റെ സഹായത്തോടെ പൈറുവിക് ആസിഡ് കോഎൻസൈം എയുമായി ചേർന്ന് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസിന്റെ സഹായത്തോടെ അസറ്റൈൽ കോഎൻസൈം എയും CO2- മാറും. ഇങ്ങനെ അസറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ പ്രൊഡക്റ്റ് ആണ് അസറ്റൈൽ കോഎൻസൈം എ. ഇങ്ങനെ അസറ്റൈൽ കോഎൻസൈം എയും CO2 ആയിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ
നമുക്കൊരു NAD പ്ലസ് NADH ആയിട്ടാണ് മാറാം. അങ്ങനെ ഒരു NADH നമുക്ക് കിട്ടും. അതായത് 3 ATPയോളം നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ 2 പൈറുവിക് ആസിഡ് നമ്മൾ എടുത്തുള്ളതുകൊണ്ട് 2/3 6 ATP ആണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ ടോട്ടലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് ക്രെബ്സ് സൈക്കിൾ. ഈ ക്രെബ്സ് സൈക്കിളിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. ക്രെബ്സ് സൈക്കിളിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. കാരണം ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇൻ ദ ക്രെബ്സ് സൈക്കിൾ ഈസ് കാൾഡ് സിട്രിക് ആസിഡ് ആണ്. പിന്നെ ട്രൈ കാർബോക്സിലിക് സൈക്കിൾ എന്ന് പറയും. കാരണം ട്രൈ കാർബോക്സിലിക് സാധനമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അതിനെ TCA സൈക്കിൾ എന്ന് ചുരുക്കിയും പറയാറുണ്ട്. നെക്സ്റ്റ് പൈറുവിക് ആസിഡ്. ഈ പൈറുവിക് ആസിഡ് ഈ ക്രെബ്സ് സൈക്കിൾ പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് പൈറുവിക് ആസിഡ് അസിറ്റിൽ കോഎൻസൈം എയുമായി ചേർന്ന് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേഷന്റെ സഹായത്തോടെ NAD പ്ലസ് NADH ആയിട്ട് മാറി അസിറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. 2 കാർബൺ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞ ഡീകാർബോക്സിലേഷൻ ഇതും ക്രെബ്സ് സൈക്കിളിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. ഈ അസിറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് ചേർന്ന് 4 കാർബൺ ഉള്ള ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് ഈ അസിറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ ഉള്ള അസിറ്റൈൽ കോഎൻസൈം എ ചേർന്നിട്ട് അത് രണ്ടുകൂടി കൂടിയിട്ട് സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ സിട്രിക് ആസിഡ് ആയിട്ട് മാറും. ഈ സിട്രിക് ആസിഡ് 6 കാർബൺ പ്രൊഡക്റ്റ് ആണ്. കാരണം ഓക്സാലോ അസറ്റിക് ആസിഡ് 4 കാർബണും അസറ്റൈൽ കോഎൻസൈം എയിൽ 2 കാർബണും ഉണ്ട്. അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് സിട്രിക് ആസിഡിൽ 6 കാർബൺ ഉണ്ടാകും. ഇത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്. ഈ ക്രെബ്സ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ സിട്രിക് ആസിഡ് ആണ്. 6 കാർബൺ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ സിട്രിക് ആസിഡ് ഒരു NAD പ്ലസിനെ NADH ആക്കി മാറ്റിയിട്ട് NADH ആക്കി മാറ്റുകയും ഒരു CO2 കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്തിട്ട് ആൽഫോ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. അത് ഒരു 6 കാർബണുള്ള സിട്രിക് ആസിഡിന് ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നതുകൊണ്ട് ആൽഫോ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഒരു 5 കാർബൺ പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു കാർബൺ പോയി അങ്ങനെ ആൽഫോ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ ആണ്. ഇത് ഇവിടെ നമുക്ക് ഒരു 3 ATP നമുക്ക് ലഭിക്കുന്നുണ്ട്. NAD പ്ലസ് NADH ആയിട്ട് മാറുമ്പോൾ 3 ATP നമുക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ആൽഫോ ഗ്ലൂട്ടാറിക് ആസിഡ് പിന്നെയും ഒരു കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളിയിട്ട് NAD പ്ലസ് NADH പ്ലസ് H പ്ലസ് ആയിട്ട് മാറി NADH പ്ലസ് H പ്ലസ് ആയിട്ട് മാറിയിട്ട് നമുക്ക് സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. ഈ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ GTP ആയിട്ട് മാറും. ഈ ഒരു GTP ആയിട്ട് മാറുന്നുണ്ട്. ഈ GTP ആയിട്ട് മാറി സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെ ഒരു കാർബൺ ഡയോക്സൈഡ് ആൽഫോ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ 4 കാർബൺ ആയിട്ടുള്ള സക്സിനിക് ആസിഡ് ലഭിക്കും. പിന്നെ ഈ സക്സിനിക് ആസിഡ് അത് മാലിക് ആസിഡ് ആയിട്ട് മാറും. സക്സിനിക് ആസിഡ് ഒരു മാലിക് ആസിഡ് ആയിട്ട് മാറും. 4 കാർബണുള്ള സക്സിനിക് ആസിഡ് 4 കാർബണുള്ള മാലിക് ആസിഡ് ആയിട്ട് തന്നെയാണ് മാറാം. അവിടെ ഒരു FAD പ്ലസ് ഒരു FADH2 ആയിട്ട് മാറും. FADH2 2 കാർബണിന് 2 ATPക്ക് തുല്യമാണ്. അതുകൊണ്ട് 2 ATP പ്രൊഡക്ഷൻ അവിടെ നമുക്ക് ലഭിക്കും. പിന്നെ ഈ മാലിക് ആസിഡ് 4 കാർബൺ മാലിക് ആസിഡ് ഒരു NAD പ്ലസിനെ NADH ആക്കി മാറ്റിയിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡ് തന്നെയായിട്ട് മാറും. ഇതാണെന്നാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്സാലോ അസറ്റിക് ആസിഡ് നമ്മൾ തുടങ്ങിയിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഈ മാലിക് ആസിഡ് NAD പ്ലസിനെ NADH ആക്കി മാറ്റിയിട്ട് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഇങ്ങനെ നമുക്ക് ടോട്ടൽ ATP പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 NADH 3 സ്ഥലത്ത്, അതായത് സിട്രിക് ആസിഡ് ആൽഫോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും ആൽഫോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും മാലിക് ആസിഡ് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും നമുക്ക് NADH ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ
ഒരു NADH ഏകദേശം 3 ATPക്ക് തുല്യമായതുകൊണ്ട് ടോട്ടൽ 9 ATP നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് 9 ATP അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു GDP GTP ആയിട്ട് മാറുന്നുണ്ട്. ഒരു GTP എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ATPക്ക് തുല്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ 10 ATP ലഭിച്ചു. പിന്നെ നമുക്ക് അടുത്തത് നമ്മളെ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ FADH2 ഉണ്ടാകുന്നത്. FADH2 2 കാർബണിന് തുല്യമാണെന്ന് 2 ATPക്ക് തുല്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ടോട്ടൽ 12 ATP. ഇങ്ങനെ ഒരു പൈറുവിക് ആസിഡ് ഉണ്ടാകുമ്പോഴുള്ള കഥയാണ് നമ്മൾ പറഞ്ഞത്. വേറെ 2 പൈറുവിക് ആസിഡായിട്ടാണ് നമ്മളെ നേരത്തെ ഗ്ലൂക്കോസ് മാറിയത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടല് ഈ 12 × 12 24 ഉണ്ട്. ഈ 24ക്ക് നമ്മൾ നേരത്തെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലുള്ള 6 ATP കൂടി കൂട്ടിയ ടോട്ടല് 30 ATP നമുക്ക് അവിടെ ലഭിച്ചു. പിന്നെ നമ്മള് ഫസ്റ്റ് ഗ്ലൈക്കോലിസിസിലെ 8 ATP കൂടി കൂട്ടിയ ടോട്ടൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 38 ATP നമുക്ക് ടോട്ടൽ ഇതിലെ പ്രൊഡക്ഷൻ ഉണ്ട്. 38 ATP ആണ് ഇതിലെ ടോട്ടൽ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് റെസ്പിറേറ്ററിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് പറയുന്നത്. റെസ്പിറേറ്ററിലെ ETS സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് പറയുന്നത്. ഇതിൽ നമ്മളിങ്ങനെ കാണുന്നത് പോലെ FMN FES സൈറ്റോക്രോം A to A3 സൈറ്റോക്രോം C F സൈറ്റോക്രോം B6 ഇങ്ങനെ പല മോളിക്യൂൾസ് ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തതിനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണുകളിലൂടെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സീരീസ് ആയിട്ട് വെക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ 5 കോംപ്ലക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 5 കോംപ്ലക്സുകളായിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ തിരിച്ചിട്ടുള്ളത്. അതായത് കോംപ്ലക്സ് 1ന് NADH ആണ്. കോംപ്ലക്സ് 1ല് NADH കോംപ്ലക്സ് 1ൽ വരുന്നു. കോംപ്ലക്സ് 2ൽ വരുന്നതാണ് FADH2. കോംപ്ലക്സ് 1ല് NADH, കോംപ്ലക്സ് 2ല് FADH2, കോംപ്ലക്സ് 3ല് സൈറ്റോക്രോം A to A3, കോംപ്ലക്സ് 4 സൈറ്റോക്രോം B6, കോംപ്ലക്സ് 5 ATP സിന്തേസ്. ഇങ്ങനെ 5 കോംപ്ലക്സ് പറയും. കോംപ്ലക്സ് 1 NADH, കോംപ്ലക്സ് 2 FADH2, കോംപ്ലക്സ് 3 സൈറ്റോക്രോം A to A3, കോംപ്ലക്സ് 4 സൈറ്റോക്രോം B6, കോംപ്ലക്സ് 5 ATP സിന്തേസ്. ഈ ETS ഒക്കെ ഇന്നർ മെംബ്രെയിനിന്റെ മുകളിലാണ്. അതായത് മൈറ്റോകോൺട്രിയക്ക് ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. അതായത് ഇന്നർ മെംബ്രെയിന്റെയും ഔട്ടർ മെംബ്രെയിന്റെയും ഇടയിലുള്ള സാധനത്തിനെയാണ് മെംബ്രെയിൻ എന്ന് പറയാ. ഇന്റർ മെംബ്രെയിൻ നടക്കട്ടെ. ഇന്നർ മെംബ്രെയിനിന്റെ മുകളിലാണ് നമ്മുടെ ETS സിസ്റ്റം കാണുന്നത്. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണുന്നത് അബോവ് ഇന്നർ മെംബ്രെയിനിലാണ്. ഈ ഇന്നർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നർ മെംബ്രെയിന്റെ ഒരു ഭാഗത്ത് മാട്രിക്സും നേരെ മറ്റേ ഭാഗത്ത് മൈറ്റോകോൺട്രിയും ഉണ്ട്. അത് മൈറ്റോകോൺട്രിയന്റെ പുറം ഒരു ഭാഗം, പിന്നെ മാട്രിക്സും ആണുള്ളത്. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഭാഗത്തിനെയാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസിന്റെയും മാട്രിക്സിന്റെയും ഇടയിൽ, അതായത് ഇന്റർ മെംബ്രെയിൻ സ്പേസിന്റെയും മാട്രിക്സിന്റെയും ഇടയിൽ ഇന്നർ മൈക്രോബിയൽ മെംബ്രെയിനിലാണ് ETS സിസ്റ്റംസിലെ ഇലക്ട്രോ മോളിക്യൂൾസ് ഒക്കെ കാണുന്നത്. ഇതിൽ നിന്ന് NADH H+ഉം NADH ഒക്കെ നമ്മുടെ മാട്രിക്സിലേക്ക് അടക്കും. മാട്രിക്സിൽ നിന്നും ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലേക്ക് കടന്നിട്ട് അവിടുന്ന് ഈ ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് നടക്കും. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, ETS എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കുറച്ച് ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ട്. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ATP കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം പരീക്ഷ മലയാളത്തിൽ എഴുതിയാലും മതി. അപ്പം മനസ്സിലാക്കാൻ പാകത്തിന് നല്ല ക്യാമറയുണ്ട്.
ഫേവറബിൾ കണ്ടീഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എ ടി പി എന്ന് പറഞ്ഞാൽ എ ടി പി ശരിക്കും കണക്കൂട്ടണമെങ്കിൽ എന്തൊക്കെ സ്ഥിതിയിൽ നിൽക്കണം, എങ്ങനെ നമ്മൾ പറയുന്ന മാതിരി നിന്നാലേ നമുക്ക് എ ടി പിന്റെ കണക്ക് നമ്മൾ 38 ഉണ്ട് എന്നൊക്കെ നമ്മൾ കണക്കൂട്ടി, ഈ കണക്കൂട്ടൽ നമ്മളത് ശരിയാണെങ്കിൽ അങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എ ടി പിയിൽ പറയുന്നത്. ഓൺലി ഇതിന് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഓൺലി C6H06 റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, അതായത് ഗ്ലൂക്കോസ് മാത്രമേ ഇതിൽ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എ ടി പി കണക്കൂട്ടിയ മുഴുവൻ ഗ്ലൂക്കോസ് പകർവിക്കാത്തതായിട്ട് ഇങ്ങനെ പോന്നപ്പോഴുള്ളതാണ്. എന്ന് വെച്ചാൽ അപ്പോഴുള്ളതൊക്കെ നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾക്ക് കണക്കൂട്ടാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഗ്ലൂക്കോസ് മാത്രം വരുന്നത് മാത്രം നമ്മൾ കണക്കൂട്ടണം. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് അതായത് ഓൺലി ഗ്ലൂക്കോസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, ഗ്ലൂക്കോസ് മാത്രം റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് മാറണം. രണ്ട് ഇന്റർമീഡിയറ്റ് അതിന്റെ ഇടയിൽ ഇതിലേക്ക് സഹായം നൽകുന്ന ഇന്റർമീഡിയറ്റ് വേറെ പണിക്കാൻ പാടില്ല. അതായത് ഈ ഇന്റർമീഡിയറ്റ് വേറെ പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെയൊക്കെ എ ടി പി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി ഇത് നമ്മളെ കണക്കൂട്ടൽ എ ടി പിന്റെ കണക്കൂട്ടൽ തെറ്റും. അതായത് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിനായിട്ട് നിൽക്കണം, ഈ പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് മാത്രമേ ഇന്റർമീഡിയറ്റ് പങ്കാവാൻ പാടുള്ളൂ. നെക്സ്റ്റ് ദ പ്രോസസ് ഷുഡ് ബി ഫോളോ വൺ അനദർ വൺ. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സ് ഷുഡ് ബി ഫോളോ ചെയ്തിട്ട് ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ റെസ്പിറേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കണക്കൂട്ടൽ കിട്ടുള്ളൂ. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ശാസ്ത്രജ്ഞന്മാർ എത്ര പണിയെടുത്തിട്ടാണ് കണക്കൂട്ടിയത്. അങ്ങനെ പെട്ടെന്നൊന്നും കണക്കൂട്ടാൻ പറ്റൂല. ഈ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ ഇതിന് നമുക്ക് കണക്കൂട്ടാൻ കഴിയുള്ളൂ. ദി ഫേവറബിൾ കണ്ടീഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് എ ടി പി എന്ന് പറഞ്ഞാൽ ഓൺലി ഗ്ലൂക്കോസ് ഈസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്, ഗ്ലൂക്കോസ് മാത്രമേ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആക്കാൻ പാടുള്ളൂ. ഇന്റർമീഡിയറ്റ് വേറെ പണിക്ക് പോകരുത്. ദ പ്രോസസ് ഷുഡ് ബി ഫോളോ വൺ അനദർ വൺ.